വേണം. ഇന്ന് രാത്രി തന്നെ ഗോകുലേട്ടന്റെ വീട്ടിൽ പോണം. നമ്മളെ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി എടുക്കും വേണം. മഹേട്ടൻ ഇതിന്റെ പേരില് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞതാ. മാളുവിന്റെ മുന്നിൽ പോലും മഹേട്ടന് തല കുനിക്കേണ്ടി വന്നത് ഈ ഒരു കാര്യം കൊണ്ടാ. ഇപ്പൊ അവര് തമ്മിൽ അടുത്തെങ്കിലും നാളെ ഒരിക്കൽ കൂടി ഈ കാര്യത്തിന്റെ പേരില് മഹേട്ടൻ ആരുടെ മുന്നിലും താഴാൻ ഇടവരരുത്. ആ ഒരു ആഗ്രഹം എനിക്കുള്ളൂ. എന്തൊക്കെയോ തീരുമാനങ്ങൾ അവള് സ്വയം പറയുവോ? എനിക്ക് തോന്നുന്നത് ഗൗരിയുടെ വീട്ടിൽ പോണോന്ന് അവള് പറയുമോന്ന്. അതെങ്ങനെ അവരെ അറിയിക്കണം? മഹേട്ടന്റെ മുന്നിൽ ആളാവാൻ ഇനിയൊരു അവസരം ഇവൾക്കുണ്ടാവാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ചെല്ലടി, നിനക്കുള്ള പണി ഞാൻ തരാം. ഹലോ. ഹലോ, ഞാൻ ശ്രേയ, കൈലാസം വീട്ടിലെ മഹേട്ടന്റെ കസിൻ. മനസ്സിലായി. നീ എന്തിനാ എന്നെ വിളിച്ചേ? നിങ്ങൾക്ക് പ്രയോജനമുള്ളതും ആവശ്യമുള്ളതുമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ വിളിച്ചേ. എന്തു കാര്യം? ഇന്ന് രാത്രി ഗംഗ നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അവൾ എന്തിനാ ഇവിടെ വരുന്നേ? ഈ വീട്ടിനകത്ത് കാലെടുത്ത് വെക്കാൻ ഞങ്ങൾ അവളെ സമ്മതിക്കുമെന്ന് ശ്രേയക്ക് തോന്നുന്നുണ്ടോ? ചൂലെടുത്ത് അടിക്കും ഞാൻ. അതിന് നിങ്ങളുടെ അനുവാദം വാങ്ങിയിട്ടൊന്നും അല്ല അവള് വരുന്നതും അകത്ത് കയറുന്നതും. സത്യം പറയാലോ ഗംഗെ, മഹിയേട്ടന്റെ ഭാഗ്യമാണ് നീ. ഞാൻ കരുതിയിരുന്നത് എന്നോളം മഹിയേട്ടനെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല എന്നായിരുന്നു. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു. എന്റെ കുഞ്ഞിനും മഹിയേട്ടനും വേണ്ടി നീ നിന്റെ ജീവൻ പോലും ഹോമിക്കാൻ തയ്യാറായി നിൽക്കുകയല്ലേ? എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഇവരൊക്കെയല്ലേ ഉള്ളൂ ചേച്ചി. അവരുടെ വിഷമങ്ങള് ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. എനിക്ക് മനസ്സിലായി. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ. നിനക്കൊപ്പം ഞാനുണ്ടാവും. ആ വീട്ടിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടിയിട്ടാ ഗംഗ വരുന്നേ. അതെന്താണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ വരുന്നുള്ള കാര്യം കൺഫേമാ. അവളിങ്ങ് വരട്ടെ, എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. ധൃതി കാണിച്ച് കിട്ടുന്ന അവസരം കളയില്ലേ ആന്റി. അവള് വന്ന് എന്താ അവിടുന്ന് എടുക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? ആ, അത് വേണം. ഗംഗ അവിടെ കയറി അവൾക്ക് വേണ്ടത് എടുക്കുന്നത് വരെ ക്ഷമിക്കുക. അതിനുശേഷം അവള് തിരിച്ചിറങ്ങുമ്പോ കൈയോടെ പിടിക്കണം. തൊണ്ടിയോടെ പിടിച്ച അവൾക്ക് പിന്നെ പറഞ്ഞു നിൽക്കാൻ പോലും പറ്റില്ല. പോലീസ് അവളെ കൊണ്ടുപോക്കോളൂ. ശരി, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഒരു കാരണവശാലും ഗംഗ രക്ഷപ്പെടരുത്. അവള് ശിക്ഷിക്കപ്പെടേണ്ടത് എന്റെ കൂടെ ആവശ്യമാ. അതാ ഞാനിത് ആന്റി വിളിച്ച് പറഞ്ഞത്. ശരി, അവള് വരട്ടെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഓക്കെ ആന്റി, ബൈ.